ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ഭിന്നശേഷിക്കാരുള്ള കുട്ടികളുള്ള അമ്മമാരുടെ അവസ്ഥയാണ് കേട്ടോ ഗൈസ്. പുറത്ത് പോയാലോ ആ മക്കൾക്ക് നേരെ കുത്തുള്ള നോട്ടങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നോട്ടങ്ങൾ. എല്ലാവർക്കും സഹതാപമാണെന്ന് അറിയാം. എവിടെ സഹതാപം? ആർക്കും സഹതാപമല്ല. സഹതാപം ഉണ്ടാവും ആർക്ക്? നമുക്ക് അമ്മമാർക്കോ അച്ഛന്മാർക്കോ കൂടെ പറഞ്ഞവർക്കോ ഉണ്ടാവും സഹതാപം, അല്ലാതെ ആർക്കും ഉണ്ടാവില്ല. സംഘടന, നിയമവ്യവസ്ഥകൾ എല്ലാം ഉണ്ടാകും കുട്ടികൾക്ക്. അത് പറച്ചിൽ മാത്രം. അതെപ്പോഴെങ്കിലും ഒന്ന് ഒത്തുകൂടുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊരു പരിപാടി കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. പിന്നെ പല വഴിക്കിന് ക്യാഷ് വരുന്നുണ്ടെന്ന ഇല്ലാത്ത നുണക്കഥകൾ. ക്യാഷൊന്നും ഏത് വഴിക്കും കുട്ടികൾക്ക് വരില്ല കേട്ടോ. ഭിന്നശേഷി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വരാനുള്ള ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഷൻ മാത്രമാണ്. പക്ഷേ അവർക്ക് ഇഷ്ടംമാതിരി പണമാണ് ആ കുട്ടി ഉണ്ടായ കാര്യം എന്നുള്ളതാണ് കേട്ടോ നമുക്ക് നേരെയുള്ള വാക്കുകൾ. അതുമാതിരി തന്നെ നമ്മുടെ കുടുംബത്തിലായാലും എന്ത് പരിപാടി ഉണ്ടായാലും നമ്മൾ പുറന്തള്ളപ്പെടും കേട്ടോ. കാരണം നമുക്ക് അവരെത്തുന്ന നേരത്തെ എത്താൻ കഴിയില്ല. അവർ 6 മണിക്ക് എത്തുന്നു, നമ്മൾ 8 മണിക്കോ 10 മണിക്കോ എത്തുന്നു. അപ്പോൾ തന്നെ നമുക്കവിടെ വേർതിരിവുക കേട്ടോ. പറയാൻ എല്ലാവരും പറയും സഹതാപമായിരിക്കും അങ്ങനത്തെ ഒരു കുട്ടികളുണ്ടായാണ്. എവിടെ സഹതാപം? നമ്മൾ അനുഭവിക്കുന്ന വേദന. അഥവാ ആരെങ്കിലും ഒരു പെൺകുട്ടിക്കാണ് ഭിന്നശേഷി എന്ന് വിചാരിച്ചാൽ അതിന് 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഒരു ചെക്കൻ തയ്യാറായാൽ പിന്നെ ആ കുട്ടിക്ക് അനുഭവിക്കുന്ന കുത്തുവാക്കുകൾക്ക് കണക്കില്ല കേട്ടോ. നിൻ്റെ ഭാര്യ വയ്യാത്താണോ, അങ്ങനെയാണോ, അങ്ങനെ. പിന്നെ ആ ഒരു മോൻ അനുഭവിക്കാത്ത വേദനകളില്ല കേട്ടോ. ചില മക്കൾ എടുത്തടിച്ചമാതിരി പറയും. ചിലക്ക് സങ്കടം വരും കേട്ടോ. അവനവൻ്റെ ഭാര്യമാർ ഭിന്നശേഷി ആയാലും അത് പുറത്ത് പറയുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. 2 കൈ നീട്ടി അവർ സ്വീകരിക്കുന്നത്, എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു ഭർത്താവുമ്പോൾ ഓൾക്ക് ഭാര്യ അസുഖക്കാരിയാണെന്ന് പറയുന്നത് ഇഷ്ടമുണ്ടാവില്ല. കാരണം ആ ഭാര്യയ്ക്കൊരു അസുഖം പോലെ കണ്ണിലുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്. ഇപ്പോൾ കാര്യമായിട്ട് ഭിന്നശേഷിയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത കുട്ടികളായിട്ടാണ് കേട്ടോ മനുഷ്യന്മാർ കാണുന്നത്. അങ്ങനെ കാണരുത്. വെറുതെ എന്തിനാ അവരെ പറ്റി അങ്ങനെ സുഖമില്ലാത്തതെന്ന് പറഞ്ഞുണ്ടാക്കുന്ന കുറച്ചൊക്കെ ബുദ്ധിയും കാര്യങ്ങളും അവർക്കും ഉണ്ടാവും കേട്ടോ. ചെറിയ ചെറിയ കഴിവുകൾ കൊടുത്തിട്ടുണ്ടാവും, വലിയ വലിയ കഴിവുകളൊന്നും അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല എന്നേ കേട്ടോ. പിന്നെ പണം, അവർക്ക് വേണ്ടി നമ്മൾ കണ്ടമാനം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ് കേട്ടോ വേണ്ടത്. പണം എന്ന് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കി അവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. കാരണം അവരുടെ സന്തോഷങ്ങളാണല്ലോ നമ്മുടെ വലുത്. എങ്ങനെ പോയാലും നമ്മുടെ കുടുംബത്തിലായാലും മക്കൾ കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിലും കുട്ടികളെ അവർ നോക്കും. എങ്കിലും അവർക്കും ഉണ്ടാവും കേട്ടോ സങ്കടം. അമ്മ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു തോന്നലുണ്ടാവും കേട്ടോ മനസ്സിൽ.